ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് തയ്യാറാക്കി കാണിക്കുന്നത് കുറഞ്ഞ ചിലവിൽ രുചിയോടെ എങ്ങനെ ചിക്കൻ മന്തി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ പെരുന്നാളും മറ്റും വരികയല്ലേ, ഈ മന്തി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. റെസ്റ്റോറൻറ്റിൽ അതേ രുചിയിൽ തന്നെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. പിന്നെ തുടക്കക്കാർക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു ഒന്ന് സപ്പോർട്ട് കൂടി തരിക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. സ്കിന്നോടെയുള്ള ചിക്കനാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ സ്കിൻ മാറ്റിയ ചിക്കനാണിത്. ഇതേപോലെ ടൂത്ത് പിക്ക് വെച്ചോ ഫോർക്ക് വെച്ചോ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഇതിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് കുത്തി കൊടുത്താലും മതി. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് 3 മാഗി ചിക്കൻ ക്യൂബ് എടുത്തിട്ടുണ്ട്. ഒരു ക്യൂബിൽ 2 എണ്ണം കാണും. അതേപോലെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് കൊടുക്കാം. വേറെ ഉപ്പിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഈ മാഗിയിൽ നല്ല ഉപ്പുള്ളതാണ്. അതുകൊണ്ട് ഇത് മാത്രം ആണ്. വേറെ ഞാൻ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായി ചോപ്പ് ചെയ്തതാണിത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം പുതിനയിലയും 3 ടേബിൾ സ്പൂണോളം മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. ചിലരൊന്നും ഇതൊന്നും ചേർക്കില്ല. ഇത് വെന്തങ്ങ് ചേർന്നോളും. വേറെ അഡീഷണൽ വേറെ കുഴപ്പമൊന്നുമില്ല. ചിലർ ചേർക്കില്ല. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, പിന്നെ ചെറിയ ജീരകം ഇതേപോലെ ചതച്ചതെടുത്തതാണ് 1 ടേബിൾ സ്പൂൺ. പിന്നെ 1 ടേബിൾ സ്പൂൺ മന്തി മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മന്തി മസാല ഇല്ലെങ്കിൽ കുഴപ്പമില്ല. 1/2 ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരു 100 ഗ്രാമോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ചേർക്കാവൂ, വെളിച്ചെണ്ണ ഇതിൽ ചേർക്കരുത്. മന്തിക്ക് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. അത് നന്നായിട്ട് യോജിപ്പിക്കാം. പിന്നെ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം ഫുഡ് കളർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തയ്യാറാക്കുന്ന ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനൊരു ഫോട്ടോയ്ക്ക് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ കേക്കിനൊക്കെ ചേർക്കുന്ന അതേ ഫുഡ് കളറാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടിത് തിരുമ്മി പിടിപ്പിക്കുക. എന്നിട്ട് നമ്മളിത് മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് മാറ്റി വയ്ക്കണം. ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. നമ്മൾ ഒരു പാത്രത്തിലാക്കി നമുക്ക് സ്റ്റൗവിൽ വെക്കണം. അതിനുവേണ്ടി നിരത്തിയിട്ട് കൊടുക്കണം. ഒന്നിന് മുകളിലൊന്നായിട്ട് വെക്കില്ലേ. അതിലേക്ക് മുഴുവൻ കുരുമുളകാണ് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 നാരങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വിട്ടുപോയി കാണുക. ഉണക്ക നാരങ്ങയാണ്, കറുത്ത ഉണക്ക നാരങ്ങ. അത് 2 ആക്കി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇതൊന്ന് വേവിക്കാൻ. പിന്നെ 2 മിനിറ്റ് കഴിഞ്ഞാൽ അത് ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം. ആ സമയത്ത് ഇത് അരി വേവിക്കാനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് ഊറ്റിയെടുക്കുന്നതാണ്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പറയുന്നില്ല. പിന്നെ 2 പട്ട, 5-6 ഗ്രാമ്പു, 5-6 ഏലയ്ക്ക, പിന്നെ 2 ബേ ലീഫ് കൂടെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഊറ്റിയെടുക്കുന്നുണ്ട്, വെള്ളത്തിൻ്റെ അളവ് വേണ്ട. പിന്നെ ലെമൺ, കറുത്ത ലെമൺ, ഉണക്കൻ നാരങ്ങയാണ് 1 ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ 1 ചിക്കൻ വേവിക്കാൻ വെച്ചപ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് നോക്കിക്കൊള്ളണം. വെള്ളത്തിനൊരു ഉപ്പിൻ്റെ നല്ല ഉപ്പ് ഉണ്ടെങ്കിൽ ചോറ്റിൽ ഉപ്പ് പിടിക്കത്തുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കുക. അതവിടെ ഇരുന്ന് തിളക്കിയിട്ട് പിന്നെ അതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. അത് തിളയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഇടയ്ക്ക് മുറയ്ക്ക് തിരിച്ചിട്ട് കൊടുത്ത് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ചിക്കനിൽ നിന്ന്. വേറെ അഡീഷണൽ വെള്ളമൊന്നും ചേർക്കേണ്ട. അത് ആ എണ്ണയിലും ആ വെള്ളത്തിലും കിടന്നുകൊണ്ട് ഇത് ചിക്കൻ വെന്ത് കിട്ടാൻ. ഇനി അടച്ചു വെച്ച് വീണ്ടും നമുക്ക് കുക്ക് ചെയ്യാം. ആ സമയത്ത് ഞാൻ 15 മിനിറ്റ് മുമ്പേ അരി ഞാൻ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ട് അത് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. 15 മിനിറ്റ് മാത്രം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്.
വെള്ളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതാ വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം. തിളച്ച് കഴിഞ്ഞ് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ വേവില്ലാത്ത എത്താനായിട്ട് അത് വേവിക്കുന്നതിന് ഒരു 80-85% വെന്താൽ മതി. കൂടുതൽ മന്തിക്ക് അധികം വെന്ത് പോകുന്നത് നല്ലതല്ല. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇടയ്ക്ക് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഊറ്റിയെടുത്തിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. രണ്ടും ഒരേ സമയത്ത് തന്നെ വേവിക്കാൻ വെക്കണം. അതിൽ നിന്ന് ഞാൻ കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയി. ചിക്കനിൽ നിന്ന് ആ മസാലയെല്ലാം പിടിച്ച ഓയിൽ അത് ഞാൻ മാറ്റി അല്പം ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് നമുക്ക് ഈ ചോറ് ഊറ്റിയത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ പട്ടയൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി കൊടുക്കുക, ഏലക്കയൊക്കെ. ഇതാണ് മാറ്റി വെച്ച ഓയിൽ. അത് നമുക്ക് നടുക്ക് കുറച്ച് പകുതി ചോറിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ബാക്കിയിരിക്കുന്ന ചോറും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇത് അല്പം മന്തി മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടണൂടെ പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷനൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇത് അല്പം മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയെടുത്തതാണിത്. അത് നമുക്കിതിൻ്റെ മുകളിൽ ഇതേപോലെ ഇട്ടിട്ട് കൊടുക്കാം. അല്പം ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കൊക്കെ. പിന്നെ ഇത് ഇപ്പോൾ ഫുഡ് കളറിൽ റെഡ് കളറാണിത്. ഒരു ലേശം അങ്ങും ഇങ്ങും ഒരു ചുവപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചോറ് വേവിച്ചപ്പോൾ ഇട്ടിരുന്ന ആ നാരങ്ങയാണിത്. പിന്നെ പച്ചമുളക് കൂടെ കുത്തി കൊടുക്കാം. ഇതൊന്ന് പുക കൊടുത്താൽ എന്നാലേ ഒരു മന്തിക്കൊരു ഇതുള്ളൂ. അതിനായിട്ട് ഞാനൊരു ചിരട്ട കത്തിച്ച കരിയാണിത്. ചിരട്ട കത്തിച്ചതാണിത്. നിങ്ങൾക്ക് ചാർക്കോൾ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഞാൻ അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് അടച്ചു കൊടുക്കണം. അപ്പോൾ ഒരു പുക ഇട്ട് ഇതിലേക്കൂടെ പോകുന്നുണ്ട്, ഹോളിൽ കൂടെ പോകുന്നുണ്ട് പുക. അതിന് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ആ ഹോളിലൂടെ ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. നേരിട്ട് തീയിൽ വെക്കരുത്. ഇത് അടിയിലൊരു ഞാൻ പഴയ പാൻ വെച്ചിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. നേരിട്ട് തീയിൽ വെക്കരുത്. 10 മിനിറ്റ് ഒന്ന് കിട്ടിയ ഫ്ലെയിം ഓഫ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ 10 മിനിറ്റ് കൂടെ ഇരുന്നിട്ട് വേണം ഇത് തുറക്കാം. തുറന്നിട്ടാണ് നമുക്ക് മുകളിലിരിക്കുന്ന ചോറ് ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കാം. മുകളിൽ നിന്ന് കുറച്ച് ചോറ് നമുക്ക് ഇതുപോലെ ചിക്കനൊക്കെ കാണുന്ന ഭാഗം വരെ എടുത്ത് മാറ്റിയിട്ട് ആ ചിക്കനും അതിൽ നിന്ന് എടുത്ത് മാറ്റുക. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ ബാക്കി കിടക്കുന്ന ചോറിൽ ഇരിക്കുന്ന ചോറ് തിരിച്ച് അതേപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അടിയിലുള്ള ചിക്കൻ്റെ മസാലയെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചോറ് ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മന്തി ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു വേറെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാൻ. കണ്ടില്ലേ, അടിപൊളി മന്തിയാണ്. നല്ല ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. തൊടുമ്പോഴേ വരുന്നുണ്ട് ചിക്കൻ. ചോറും അതേപോലെ നല്ല ടേസ്റ്റായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് കൂടെ തരിക. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.